വിശദമായ വാർത്തകളിലേക്കാണ്. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ കവർച്ചയ്ക്കിടെ വൃദ്ധയെ തീയിട്ട് കൊലപ്പെടുത്തി കുഴിച്ചുമൂടി. വടകരപ്പതി സ്വദേശി സരസാളിനെയാണ് പ്രദേശവാസികളായ യുവാക്കൾ ചേർന്ന് കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ പ്രദേശവാസിയായ യുവാവിനെ പോലീസ് പിടികൂടി. കവർച്ചയ്ക്കും കൊലപാതകത്തിനും പ്രതിയെ സഹായിച്ച 17-കാരനായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സച്ചിൻ വള്ളിക്കാട് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സച്ചിൻ, അതീവ ഗുരുതരമായ ഒരു വെളിപ്പെടുത്തലാണ്, ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയാണ്. എന്താണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരങ്ങൾ? അരുണ, കഴിഞ്ഞ ജൂൺ 10-ാം തീയതിയോടെ ആണ് സരസാളിനെ കാണാതാവുന്നത്. തുടർന്ന് 12-ാം തീയതിയോടുകൂടെ സരസാളിൻ്റെ ബന്ധുക്കൾ പോലീസിന് പരാതി നൽകുകയായിരുന്നു. പ്രധാനമായും സരസാളിനെ കാണാനില്ല എന്ന പരാതിയാണ് നൽകിയത്. തുടർന്നാണ് കൊഴിഞ്ഞാമ്പാറ പോലീസ് അന്വേഷണം ആരംഭിച്ചത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വീട്ടിലായിരുന്നു സരസാൾ താമസിച്ചിരുന്നത്. ഈ വീട്ടിൽ നിന്നും ഒരു 50 മീറ്റർ അകലെ മാത്രമാണ് ഈ നിലവിൽ കൊലപാതകം നടന്ന വീടും അതേപോലെ തന്നെ പ്രതികൾ താമസിച്ചിരുന്ന വീടുമെല്ലാം ഉള്ളത്. എന്തായാലും ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് നടന്നിട്ടുള്ളത്. അതായത് സരസാൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും ഈ പുറത്തുള്ള വഴിയിലൂടെ പുറത്തേക്ക് പോകുമ്പോഴാണ് വീട്ടിൽ നിന്നും യുവാക്കൾ സരസാളിനെ അവിടെ വിളിച്ചു കയറ്റുന്നത്. തുടർന്നാണ് ഇത്തരത്തിൽ കൊലപാതകം നടന്നിട്ടുള്ളത് എന്നാണ് പോലീസ് പ്രാഥമികമായി നൽകുന്ന വിവരം. പ്രധാനമായും സരസാളിൻ്റെ സ്വർണ്ണാഭരണങ്ങൾ കവരാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ കൊലപാതകം നടത്തിയത് എന്നാണ് പോലീസ് പ്രാഥമികമായി നൽകുന്നത്. ആദ്യഘട്ടത്തിൽ സരസാളുമായി വാക്കേറ്റത്തിൽ ഏർപ്പെട്ട് തുടർന്നാണ് സരസാളിനെ തലക്കടിച്ച് കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം ഈ സമീപത്തെ ശുചിമുറിയിലെ ഡ്രമ്മിലിട്ട് സരസാളിനെ കത്തിച്ചതിന് ശേഷമാണ് പാതിവെന്ത ശരീരം ഇത്തരത്തിൽ വീടിന് പുറകുവശത്ത് വെച്ച് കുഴിച്ചു മൂടിയത് എന്നാണ് നിലവിൽ പ്രതികൾ പോലീസിന് നൽകിയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ. എന്തായാലും അതിലൊക്കെ കൃത്യമായ ഒരു തെളിവെടുപ്പും അതേപോലെ തന്നെ ഈ പരിശോധനകളും പൂർത്തീകരിച്ചതിനും ശേഷം മാത്രമാണ് കൊലപാതകത്തിൻ്റെ മറ്റു കാര്യങ്ങളിലെല്ലാം വ്യക്തത വരികയുള്ളൂ. പ്രതികൾ രണ്ടുപേരും അതായത് 2 പേരാണ് ഇത്തരത്തിൽ കൊലപാതകത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് നിലവിൽ പോലീസ് പ്രാഥമികമായി നൽകുന്നത്. ഒരു 17 വയസ്സുകാരനും 19 വയസ്സുകാരനും. എന്തായാലും നിലവിൽ കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തിയതിന് ശേഷം മാത്രമാണ് ഇത്തരത്തിലുള്ള മറ്റു കാര്യങ്ങൾ പുറത്തേക്ക് വരികയുള്ളൂ. എന്തായാലും അതിക്രൂരമായ കൊലപാതകം തന്നെയാണ് നടന്നിട്ടുള്ളത്. പ്രതികളിൽ ഒരാൾ നിലവിൽ ഈ കാണുന്ന വീട്ടിൽ സ്ഥിര താമസക്കാരില്ല, ഇടയ്ക്കിടെ തമിഴ്നാട്ടിൽ നിന്നും വരാറാണുള്ളത്. ആ വന്ന യുവാവും അതേപോലെ തന്നെ ഈ സമീപത്തെ മറ്റൊരു യുവാവും ചേർന്നാണ് ഇത്തരത്തിൽ കൊലപാതകം നടത്തിയിട്ടുള്ളത് എന്നാണ് പോലീസ് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും അതിൽ മറ്റ് ചുരുളെല്ലാം അഴിയണമെങ്കിൽ സരസാളിൻ്റെ മൃതദേഹം കണ്ടെടുക്കേണ്ടതുണ്ട്. അത് അല്പസമയത്തിനുള്ളിൽ തന്നെ പാലക്കാട് നിന്നും വിദഗ്ധ സംഘം, പോലീസ് സർജൻ അടക്കമുള്ളവരെ എത്തിയതിനു ശേഷം മാത്രം അത്തരം നടപടികളിലേക്ക് കടക്കും. എന്തായാലും ഏറെ ഞെട്ടിപ്പിക്കുന്ന സംഭവം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ 17 വയസ്സുകാരൻ കഴിഞ്ഞ ആഴ്ചയാണ് ജുവനൈൽ ഹോമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയത് എന്നാണ് നിലവിൽ നാട്ടുകാർ പറയുന്നത്. അതൊരു കൊലപാതക കേസിലാണ് ഇത്തരത്തിൽ ജയിലിലേക്ക് പോയത് എന്നാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചത്. എന്തായാലും ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് പാലക്കാട് കൊഴിഞ്ഞാമ്പാറ വടകരപ്പതിയിൽ നടന്നിട്ടുള്ളത്. അരണ്യ, തീർച്ചയായും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. സച്ചിൻ വള്ളിക്കാരാണ് വിശദാംശങ്ങൾ നൽകിയത്.